ഇന്ത്യയുടെ കൂടെ ഒരു പിണക്കത്തിനും ഇല്ല എന്നാണ് ഇനിയിപ്പോൾ US പറയുന്നത് സാർ. അവർ പറയുന്നു ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് എന്നുള്ള സമ്മതിച്ചു തരുന്നു അവരുടെ വിദേശകാര്യ മന്ത്രാലയം. അപ്പോ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ അതോ ഒരു നയതന്ത്ര ഒരു തന്ത്രമാണോ അവരുടെ? ഇണക്കവും പിണക്കവും ഒന്നും തന്നെ ട്രംപ് അച്ചായന് പുത്തരിയല്ല. ഇപ്പൊ പറയുന്നതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് ഇണങ്ങി എന്ന് പറഞ്ഞാൽ ഇണങ്ങിയെന്നോ പിണങ്ങിയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ പിണങ്ങിയെന്നോ കൃത്യമായി നിർവചിക്കാനാവാത്ത ഒരു അത്ഭുത ജീവിയാകുന്നു ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഈസ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് പറയുന്നത് മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഹൗഡി മോദിയും നമസ്തേ ട്രംപും ഒക്കെ ചീറ്റിപ്പോയത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ അല്പായുസുകളാണ്. ദിസ് ഇസ് ദ ഹൈപ്പ് ജനറേറ്റഡ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ജെനുവിൻ നാഷണൽ ഇൻട്രസ്റ്റ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയുടെ വിപണിയിലെ ആവശ്യങ്ങൾ കൃത്യമായി നിർവഹിക്കാനാവില്ല. അവർക്ക് സോഴ്സ് ചെയ്യാനാവും. വിയറ്റ്നാം ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന അതേ ഉൽപ്പന്നങ്ങൾ വിയറ്റ്നാമിൽ നിന്നും, കംബോഡിയയിൽ നിന്നും, ശ്രീലങ്കയിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്യാൻ ആവും. ഇറ്റ് ടേക്സ് ടൈം. ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് ക്വാളിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇത് ഉറപ്പുവരുത്താൻ കഴിയാത്തത്തോളം കാലം പെട്ടെന്ന് ഇവിടെ നോക്കൂ, ഇത്രയധികം ഡോളർ വർത്ത് ഓഫ് ട്രേഡ് ഒറ്റയടിക്ക് നിർത്താനാവില്ല. 137 ബില്യൺ ഡോളർ വർത്ത് ഓഫ് ബയലാറ്ററൽ ട്രേഡ് ഒറ്റയടിക്ക് നിർത്താനാവില്ല. അത് ഇന്ത്യൻ ഇമ്പോർട്ട്സ് ആണ്. 85 ബില്യൺ ഡോളറിന്റെ ഇമ്പോർട്ട്. അതങ്ങനെ നിർത്താനാവില്ല. ചൂണ്ടറിഞ്ഞ് നോക്കുന്നതാണ് സാർ. ബിക്കോസ് അക്കോർഡിംഗ് ടു വാട്ട് ട്രംപ് സേസ്, ഇത്രയും ഞാൻ ടാരിഫ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 50 ബില്യൺ ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയാണ് ഞങ്ങൾ ടാരിഫ് വെച്ചാൽ. അപ്പൊ അത് അമേരിക്കയ്ക്ക് ഒരു വലിയ നേട്ടമാണ്. നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്ത? ഞങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമല്ലോ. കച്ചവടക്കാരൻ കണക്ക് കൂട്ടി പേപ്പറും പേനായും എടുത്ത് വെച്ച് കണക്ക് കൂട്ടി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് അതുപോലെ വിശ്വസിക്കാൻ തക്ക മൗഢ്യം ഇന്ത്യക്കില്ല. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് കൈൻഡ് ഓഫ് തിങ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇത് മനസ്സിലാക്കി ട്രംപ് മനസ്സിലാക്കുന്നു, വളയ്ക്കുകയെ ചെയ്യാവൂ, ഓടിക്കാൻ പാടില്ല. വളഞ്ഞ് 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 there is a breaking point. ഇന്ത്യ പരമാവധി സംയമനം പാലിച്ചു. തിരിച്ച് പറഞ്ഞു തുടങ്ങി. രാഷ്ട്രീയ നേതൃത്വമല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ വ്യക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. 4 വിസിറ്റ്സിനെ കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് റെസ്പോൺസ്. വാക്ധോരണിയിലല്ല, മറിച്ച് പ്രവർത്തനത്തിൽ. 1. At this point of time, India's national security advisor, Mr. Ajit Doval, is in Moscow. അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടുമായി, റഷ്യയിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി പതിവ് ചർച്ചകൾക്ക് പോയതാണ്. പുടിനെ കാണുക എന്നത് അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഹി മെറ്റ് ആസ് മോദിസ് ഏജന്റ്. ഹി മെറ്റ് തന്ത്രപ്രധാനമായ കാര്യങ്ങൾ, ആയുധ കച്ചവടം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ. അവിടെ വ്യാപാരമല്ല, അവിടെ ആയുധമാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. അപ്പൊ അത് ഒരു ധാരണയായി. അതിന്റെ സ്ഥിരീകരണത്തിനായി ഇനി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും സാക്ഷാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈസ് ഗോയിങ് ടു വിസിറ്റ് റഷ്യ. 2 സന്ദർശനം. 3. ഏവരും ഒത്തുനോക്കുന്ന ചൈന സന്ദർശനം നരേന്ദ്രമോദിയുടേത്. ദാറ്റ് ഈസ് സംതിങ് സോ ഷോക്കിംഗ് ടു അമേരിക്ക. ഇങ്ങനെ സംഭവിക്കില്ല എന്നായിരുന്നു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിക്ക് നേരിട്ട് പോകണമെന്നില്ല, കിങ്കരന്മാരെ അയക്കാവുന്നതേ ഉള്ളൂ. ആരെവിടെ പോകൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയോ ആരെങ്കിലും റെപ്രസെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചെയ്തത്. പക്ഷേ സാക്ഷാൽ മോദി എഴുന്നള്ളുന്നു. അവിടെ ഒരു അപകടം മണത്തു. സാധ്യത ചൈന കണ്ടു, അമേരിക്ക അപകടം മണത്തു. അപ്പൊ അമേരിക്കക്കെതിരെ റഷ്യ, ഇന്ത്യ, ചൈന അച്ചുതണ്ട് രൂപപ്പെടുന്നുവോ എന്ന സംശയമുണ്ട്. അപ്പോൾ ഫയർ ഫൈറ്റിംഗ് ആവശ്യമുണ്ട്. ഇതോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു വിസിറ്റ് ക്യാൻസൽ ചെയ്തു. ഇന്ത്യസ് ഡിഫൻസ് മിനിസ്റ്റർ മിസ്റ്റർ രാജ്നാഥ് സിംഗ് അമേരിക്ക സന്ദർശിക്കേണ്ടതാണ്. എന്താണ്? ആയുധ കച്ചവടത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ F-35 വിമാനങ്ങൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ വേണ്ട എന്ന തീരുമാനത്തിൽ ഇന്ത്യ എത്തിക്കഴിഞ്ഞു. മറ്റു ചില ആയുധങ്ങളുടെ കാര്യത്തിൽ ചില ധാരണകൾ ഓൾറെഡി ഉണ്ട്. അത് സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായി അന്തിമ കരാർ ഒപ്പിടാൻ വേണ്ടി രാജ്നാഥ് സിംഗിന്റെ വിസിറ്റ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ത്യ മീൻസ് ബിസിനസ്. Cancellation of a business also is a business. അവിടെയാണ് അമേരിക്ക ഞെട്ടുന്നത്. കച്ചവടം നടക്കുന്നില്ല എങ്കിൽ, ബ്രിഡ്ജ് ചെയ്യാൻ, ബാലൻസ് ഓഫ് പേയ്മെന്റ് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വ്യാപാര കമ്മി ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അമേരിക്കയിൽ നിന്നും 2 കാര്യങ്ങൾ മാത്രമേ വൻ തുകയ്ക്കുള്ളത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനാവൂ. 1 ആയുധങ്ങൾ,
ഇന്ത്യ പരമ്പരാഗതമായി അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമല്ല. റഷ്യൻ ആയുധങ്ങളും ഫ്രഞ്ച് മിറാഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് മറ്റ് ഫൈറ്റർ പ്ലെയിനുകൾ, ഇപ്പോൾ വന്ന ഈ റഷ്യൻ ആയുധങ്ങൾ സുഖോയ് അല്ലെങ്കിൽ മിഗ്, ഇതൊക്കെയാണ് ഇന്ത്യ വാങ്ങുന്നത്. ജാഗ്വാർ ഫ്രം ബ്രിട്ടൻ, ഇതെല്ലാമാണ് വാങ്ങിയിരുന്നത്. പക്ഷേ അമേരിക്കയിലേക്ക് ആദ്യമായി വിമാനങ്ങൾ വാങ്ങാൻ ബോയിങ് വാങ്ങും കേട്ടോ, അത് വേറെ കാര്യം, അത് യാത്രാ വിമാനമാണ്. ബോയിങ് വാങ്ങുന്നത് യാത്രാ വിമാനമാണ്, അത് വാങ്ങാതിരിക്കാനാവില്ല. 2 ഓപ്ഷൻസേ ഉള്ളൂ, ഫ്രഞ്ച് എയർബസും അമേരിക്കൻ ബോയിങ്ങും, വേറെ ഓപ്ഷൻസ് ഇല്ല. F-35 വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്, ഇപ്പോഴത്തെ നിലയിൽ അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും അതൊന്ന് നമ്മളെ ഏൽപ്പിക്കണം അല്ലെ, കയ്യിൽ കാശുള്ളവനല്ലേ വാങ്ങാൻ പറ്റൂ. ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങൾ, എത്ര രാജ്യങ്ങൾക്ക് F-35 വാങ്ങാനുള്ള ശക്തി ഉണ്ടാകും? അറബ് രാജ്യങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ടാകും, കാരണം അവർക്ക് പെട്രോ ഡോളേഴ്സ് ഉണ്ട്. സൗദി അറേബ്യ, അവർക്ക് എത്ര എണ്ണമാണ് ഉള്ളത്, എത്ര എണ്ണം വാങ്ങാനാവും? അപ്പോൾ അവരുടെ ആവശ്യത്തിനുള്ള വാങ്ങിക്കഴിഞ്ഞു. ഇനി ഉള്ളത് വാങ്ങാനുള്ള പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഈസ് ഇന്ത്യ. ലോകത്തെ 4ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. അപ്പൊ ഇന്ത്യ ഒരു പടി കൂടി കടന്ന് പറയുന്നു, ഞങ്ങൾ ആയുധ നിർമ്മാണം, എയർക്രാഫ്റ്റുകളുടെ ഉൾപ്പെടെ നിർമ്മാണം തദ്ദേശീയവൽക്കരിക്കുന്നു. അതിനർത്ഥം എന്താ? അമേരിക്കയുടെ സ്വപ്ന ഗോപുരം തകർന്ന് വീഴുകയാണ്. ഒരു വലിയ മാർക്കറ്റാണ് ആയുധ മാർക്കറ്റ്, പോസിബിൾ മാർക്കറ്റ് തകർന്നു വീഴാൻ പോവുകയാണ്. എണ്ണയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. റഷ്യയുടെ എണ്ണ വാങ്ങൽ തുടരും, അമേരിക്കയുടെ എണ്ണ വാങ്ങാൻ തയ്യാറല്ല. അതുകൊണ്ട് എങ്ങനെയും നഷ്ടപ്പെട്ടു പോയി. ഇതിപ്പം ഇത് മത്തിക്കച്ചവടം നടന്ന പോലെ ഉള്ളൂ. വില പറഞ്ഞ് പിണങ്ങി പോകുന്നവനെ തിരിച്ചു വിളിക്കുന്നത് പോലെയാണ്. ഇതാണ് സിമ്പിൾ ലോജിക്കാണ്. അതുകൊണ്ട് ഇപ്പൊ പറയുന്നു ഇനിയിപ്പം വാചകമടിയായി. മാത്രമല്ല ഇപ്പൊ സാറ് പന്നമായി ഷാങ്ഹായ് കോർപ്പറേഷൻ അതിൽ പോകുന്നുണ്ടല്ലോ, SCO പോകുന്നുണ്ട് മോദി. അപ്പോ ഇത് ഈ പാകിസ്ഥാൻ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂറിൽ യൂസ് ചെയ്തതൊക്കെ ചൈനയുടെ ഇതൊക്കെയാണ്. അപ്പൊ അവർ തമ്മിലാണ് കൂടുതൽ ബന്ധം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇന്ത്യ കയറിയിട്ട് ചൈനയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പൊ ട്രംപിന് അങ്ങോട്ട് പേടിയായി, അയ്യോ ചൈനയുടെ അടുത്തും താരിഫ് പറഞ്ഞു, ഞങ്ങൾ ഇവരുടെ അടുത്തും താരിഫ് പറഞ്ഞു, ഇവരുടെ ഒരുമിച്ചായാലും ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ചിന്തയില്ലേ? ആകെ അറിയാവുന്നൊരു കാര്യം, എന്തായാലും ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യ വാങ്ങില്ല. മറ്റെന്തിടപാടുണ്ടെങ്കിലും ശരി, പച്ചക്കറി കയറ്റി അയച്ചാലും ആയുധങ്ങൾ വാങ്ങുന്ന പ്രശ്നമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ചൈനീസ് ആയുധങ്ങൾ പാകിസ്ഥാൻ വിറ്റിരുന്നു. ഇപ്പോഴും 70% പാക് സൈന്യത്തിന്റെ കയ്യിലുള്ളത് ചൈനീസ് നിർമ്മിത ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ആയിക്കൊള്ളട്ടെ, വിമാനങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് പടക്കോപ്പുകളായിക്കൊള്ളട്ടെ, ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് പാകിസ്ഥാൻ മെയിനായി സോഴ്സ് ചെയ്യുന്നത്. അവിടെ നല്ല ഇന്ത്യ സോഴ്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആയുധങ്ങൾ തമ്മിൽ ഒരു സാമ്യവുമില്ല. പാകിസ്ഥാന്റെ പണ്ട് F-16 ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം, വിമാനം, പാകിസ്ഥാൻ ഇപ്പോൾ അത് ചൈനയുടെ ഒരു ഗ്രിപ്പിലാണ്. അത് കുറച്ചു കൊണ്ടുവരാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, പാകിസ്ഥാനുമായി നേരിട്ട് അങ്ങോട്ട് ഇടപെടുക. അപ്പൊ ചൈനയോട് പാകിസ്ഥാൻ ഗുഡ് ബൈ പറയുമെങ്കിൽ നല്ലത്. അത് തൽക്കാലത്തേക്ക് ആത്യന്തികമായി നടക്കില്ല. പാകിസ്ഥാൻ ഉള്ളിലെ ഒരു ചിന്ത ശക്തമായ ആന്റി അമേരിക്കൻ ഫീലിംഗ് ആണ്. ഇതൊരു ഇസ്ലാമിക് കൺട്രി. അതെ, അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ ത്രൈവ്സ് ഓൺ ആന്റി അമേരിക്ക റെട്ടറിക്. അതുകൊണ്ടാണ് ഇമ്രാൻഖാനെ പുറത്താക്കി ഷഹബാസ് ഷെറീഫിനെ കൊണ്ടുവന്നത്. ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടല്ല, ഒരു രീതിയിലുള്ള റിഗ്ഡ് ഇലക്ഷൻ ആണ്. അതിനുശേഷം ഒരു ഹോച്ച് അറേഞ്ച്മെന്റ് ആണ്. ഈ പ്രധാന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് ചേർന്ന്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഒരുമിച്ച് ചേർന്ന് പാകിസ്ഥാൻ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇമ്രാൻഖാനെ മാത്രമല്ല അമേരിക്കയും മാറ്റി നിർത്തുക എന്ന ഒരു ചിന്ത. അതിനെ അതിജീവിക്കാനാണ് ഇങ്ങനൊരു നേതൃത്വം കൊണ്ടുവന്നതും അസിം മുനീറിനെ വിളിച്ച് സോപ്പിടുന്നതും അസിം മുനീറുമായ ബന്ധം എല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അമേരിക്ക വാണ്ട്സ് ടു ബാർജ് ഇൻടു പാകിസ്ഥാൻ വൺസ് അഗൈൻ. ഇന്ത്യയെ വരച്ച വരെ നിർത്താനാവില്ല എങ്കിൽ എന്നാൽ പിന്നെ ഓൾഡ് ഹാർട്ട് ത്രോബ് പാകിസ്ഥാൻ എന്ന നിലയിൽ നിൽക്കുകയാണ് അമേരിക്ക. അതാണ് അതിന്റെ ഒരു ലോജിക്ക്. അതുകൊണ്ട് ഇന്ത്യയുമായി സമാന്തരമായി 2 സ്നേഹബന്ധങ്ങൾ ഒരേപോലെ പാരലായിട്ടൊക്കെ പോകാൻ ഒക്കുമോ എന്ന് നോക്കുകയാണ്. കച്ചവടമല്ലേ അത്? ട്രംപ് മിടുക്കനാണ്, മാറ്റി മറിച്ചും പറയാൻ മിടുക്കനാണ്. നാളെ ഞാൻ അത്ഭുതപ്പെടില്ല, 25-ാം തീയതി വരുമെന്ന് പറയുന്ന വ്യാപാര ടീം വരാനാണ് സാധ്യത. പലരും പറയുന്നു വരില്ല, വരാം, ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ 3ാമത്തെ ഹണിമൂണാണ്. പിന്നെ കെട്ടിമറിച്ചാൽ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണും കേട്ടോ, ഇതെല്ലാം കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ കാണുന്ന ഒരു മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ശക്തമായ അമേരിക്ക വിരുദ്ധതയും ഒക്കെ പറയുന്നത് പെട്ടെന്ന് ആ ടെമ്പോ മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇന്ത്യ സ്ട്രാറ്റജിക് പോളിസി ആൻഡ് പ്ലാൻ മേക്കേഴ്സ് മനസ്സിലാക്കി, അമേരിക്ക ഈസ് അൺട്രസ്റ്റ്വർത്തി, റഷ്യ ഈസ് മോർ ട്രസ്റ്റ്വർത്തി, മോർ കൺസിസ്റ്റന്റ്, ലോങ് ടേം ഫ്രണ്ട്, സ്റ്റേബിൾ ഫ്രണ്ട്. അമേരിക്ക ഈസ് എ ഫ്ലക്ച്വേറ്റിംഗ് കൈൻഡ് ഓഫ് എ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ബിസിനസ് അസോസിയേറ്റ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.